ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് പഴംപൊരി വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അല്പം ഉപ്പും അല്പം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴംപൊരി ഒരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെന്നില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട ഒഴിവാക്കാം. നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടിയും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്പിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട ഒഴിവാക്കുക. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കുമ്പോൾ വല്ലാതെ അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാലോ നന്നായിട്ട് ടൈറ്റായി പോവുകയും ചെയ്യരുത് കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ മാവ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ഈ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ അതിലേക്കുള്ള പഴം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പഴം 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളുടെ ഈ ബാറ്റർ അതിന് കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് പൊരിച്ചെടുക്കാവൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പഴം നന്നായിട്ട് മാവിൽ ഡിപ്പ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴംപൊരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. വല്ലാണ്ട് ഒരുപാട് നേരം നമ്മൾ വെളിച്ചെണ്ണയിൽ നിർത്തരുത്. അപ്പോൾ ഇതാ നമ്മളുടെ പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.